ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കിയുടെയും അതുപോലെ അവളുടെ ചിറ്റയുടെയും ഒരു ചെറിയ പ്ലാൻ പൊളിച്ചടുക്കിയിരിക്കുക നമ്മുടെ നന്ദയും ഗൗതവും കൂടെ ചേർന്നിട്ട്. പിറ്റേ ദിവസം രാവിലെയായി. ആ സമയത്ത് നമ്മുടെ വല്യമ്മയും ലക്ഷ്മിയും ഒക്കെ തല പുകഞ്ഞിരിക്കുക. നന്ദ ആണെങ്കിലും ഗൗതം ആണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവരുടെ മുന്നിലേക്ക് വരുമ്പം എന്താടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള ടെൻഷൻ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലല്ലോ എന്ന് വല്യമ്മ പറയുക. അപ്പം വല്യമ്മയോട് നമ്മുടെ നന്ദ പറഞ്ഞു, എന്തിനാ വല്യമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ദേ പിങ്കിക്ക് സമാധാനം കിട്ടുന്നത് കോയമ്പത്തൂർ പോയി നിൽക്കുമ്പോഴാണെങ്കിൽ അവൾക്ക് സമാധാനം ആയിക്കോട്ടെ, നമ്മൾ എന്തിനാ ചുമ്മാ തടസ്സം നിൽക്കുന്നത്? എൻ്റെ പൊന്നു മോളെ, നീ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? ഇവിടെ നിന്നിട്ട് തന്നെ അവൾ ആ കുഞ്ഞിനെ വേണ്ട രീതിയിലൊന്നും കെയർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പിങ്കി കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ അവൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുമോ, നമുക്കിനി ആ കുഞ്ഞിനെ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര ആശങ്കയോടുകൂടി ലക്ഷ്മിയമ്മയും അതുപോലെ അരുന്ധതി വല്യമ്മയും ഒക്കെ ഇങ്ങനെ സംസാരിക്കുക. നമ്മുടെ നന്ദയും ഗൗതവും കൂടി പരസ്പരം ഒന്ന് നോക്കി. അതിനുശേഷം ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അവർ നിൽക്കുക. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ദാ നമ്മുടെ പിങ്കിയുടെ ചിറ്റ ഗിരിജയും കൂടി അങ്ങോട്ട് വന്നു. അപ്പം അല്ല, നിങ്ങൾ പോവാൻ റെഡിയായോ എന്ന് നന്ദ ചോദിക്കുക. പോണോ വേണ്ടേ എന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കാം. എന്തായാലും നീ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് രാമേശ്വരത്ത് പോകാമെന്നുള്ള നിന്റെ മോഹം അത് നടപ്പില്ലടിയെന്ന് പിങ്കി മനസ്സിലിങ്ങനെ ആലോചിക്കുക. അല്ല, ഗിരിജ ചിറ്റയോടും പിങ്കിയോടും തന്നെയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇവിടുന്ന് പോകുന്ന കാര്യത്തിന് തീരുമാനം ആയോ? എങ്ങനെയാ, ട്രെയിനിനാണോ പോകുന്നത് അതോ ബസ്സിനാണോ പോകുന്നത്? അങ്ങനെ ഇവർ പോകുന്നില്ലേ എന്ന് നന്ദയും ഗൗതവും കൂടി തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ പിങ്കിക്ക് ദേഷ്യം വന്നു. പിങ്കി ആണെങ്കിലോ ഗിരിജ ചിറ്റയും അതേ രീതിയിൽ തന്നെ നിൽക്കുക. അവസാനം ഗിരിജ ചിറ്റ ആ ഒരു ഐഡിയ അങ്ങോട്ട് പ്രയോഗിച്ചു. അതെ, കോയമ്പത്തൂരുള്ള ഫ്ലാറ്റിൽ അവിടെ അടുത്തൊക്കെ എന്തോ ഒരു വൈറസ് പടർന്നിരിക്കുക. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന പിങ്കിയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിങ്കിക്കും കുഞ്ഞിനും എന്തെങ്കിലും വന്നാലോ, അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ട്രിപ്പ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നന്ദയും അതുപോലെ തന്നെ ഗൗതവും കൂടി ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ വല്യമ്മയ്ക്കൊന്ന് ആശ്വാസമായത്. ഇത് പറഞ്ഞ് രാമേശ്വരത്ത് പോയി നിനക്ക് സുഖിക്കാമെന്നല്ലേടി നീ വിചാരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഗിരിജിച്ചിട്ട് പിങ്കിയും കൂട്ടിയിട്ട് അപ്പുറത്തോട്ട് പോവുക. അപ്പോഴാണ് നമ്മുടെ വല്യമ്മയ്ക്കൊക്കെ ഒരു ആശ്വാസമായത്. സത്യം പറയും നന്ദമോളെ, ഇതിൽ നീ എന്ത് കളിയാ കളിച്ചത്? അതൊക്കെ ഉണ്ട് വല്യമ്മ. എന്തായാലും അവൾ ഈ നാട്ടിൽ നിന്ന് പോകുമെന്ന് ഇനിയിപ്പം വല്യമ്മ വിചാരിക്കുമെന്ന് വേണ്ട. സമാധാനപരമായിട്ട് തന്നെ ഇരിക്കെ, ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ വളരുമെന്നൊക്കെ പറഞ്ഞ് നന്ദയും ഗൗതവും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുക. പിന്നീടാണെങ്കിലും എല്ലാ പരിപാടികളും ചീറ്റി നമ്മുടെ ഗിരിജയും അതുപോലെ പിങ്കിയും കൂടി റൂമിലിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? എന്തായാലും അവളിനി രാമേശ്വരത്ത് പോയില്ലല്ലോ, നമ്മളെ പറഞ്ഞു വിട്ടിട്ട് ഗൗതത്തിനെയും കൂട്ടി രാമേശ്വരത്ത് പോവാന്നൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുമല്ലായിരുന്നോ? എന്തായാലും ആ കാര്യം പൊളിച്ചെടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട് ചിറ്റേ എനിക്കെന്നും പറഞ്ഞ് പിങ്കി അങ്ങ് സ്വന്തമായിട്ട് ആശ്വസിക്കുക. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സഞ്ജയൻ എന്ന് പറയുന്ന ഒരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ പവിത്രയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള. അപ്പോൾ പുള്ളിക്കാരൻ അരുണിനെയും കാത്ത് ആ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അയാളുടെ അമ്മാവനെ വിളിച്ചിട്ട് അരുൺ ഇപ്പോൾ ബാങ്കിൽ ക്യാഷ് അടയ്ക്കാൻ വരുന്ന സമയത്ത് പവിത്രയെക്കുറിച്ച് ചില കാര്യങ്ങൾ അവനോട് പറയാൻ വേണ്ടി കാത്തു നിൽക്കുക. അമ്മാവ, എൻ്റെ പൊന്നുമോനെ, ഞാൻ കൂടി വരുന്ന സമയത്ത് നീ അവനെ നേരി കണ്ടാൽ മതി. അല്ലെങ്കിൽ പിന്നെ കണ്ടു കഴിഞ്ഞ് മുഴുവൻ സത്യങ്ങളും ഇപ്പം തന്നെ വിളിച്ചു പറയാൻ നിൽക്കണ്ട. പതുക്കെ നീ ഇവിടെ ഉണ്ടെന്നും നീ അരുണിനെ കാണുന്നുണ്ടെന്നും ഒക്കെ പവിത്ര മനസ്സിലാക്കണം. ആ രീതിയിൽ വേണം നീ കാര്യങ്ങൾ ഓടിക്കാൻ. അത് ഞാൻ വേണ്ട പോലെ തന്നെ കൈകാര്യം ചെയ്യാം. എന്തായാലും അരുൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ അരുണിൻ്റെ അടുത്ത് ചെന്നിട്ട് അരുണിനോട് സംസാരിക്കാൻ തുടങ്ങി. അതെ, ഞാൻ സഞ്ജയൻ എന്നാ എൻ്റെ പേര്. ഇയാള് പവിത്രയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ. എന്താ അരുണെന്നാണല്ലേ പേര്? അതെ അരുണെന്ന പേര്. അപ്പം ഞാൻ വന്നത് എനിക്ക് പവിത്രയുമായിട്ട് ചില പരിചയമൊക്കെ ഉണ്ട്. പിന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. താൻ എന്തായാലും സഞ്ജയൻ എന്നാ എൻ്റെ പേര് താൻ പവിത്രയുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്ക്. എൻ്റെ പേര് കേൾക്കുമ്പം തൻ്റെ ഭാര്യ ഞെട്ടുന്നുണ്ടെങ്കിൽ തൻ്റെ ഭാര്യ അത്ര പവിത്രയല്ല താൻ വിചാരിക്കേണ്ടി വരുമെന്ന് ഒരു ഡോസ് കൊടുത്തു. അപ്പം ഇത് കേൾക്കുന്ന സമയം നമ്മുടെ അരുണൊന്ന് ഷോക്കായി. ഇതെന്ത് ഇയാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? തനിക്ക് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി അയാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ അതിലെന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ എന്ന് അരുൺ ചിന്തിക്കുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നന്ദയെയും ഗൗതത്തെയും കൂടി ഡോക്ടർ വിളിച്ചു വരുത്തി.
അതിനുശേഷം നമ്മുടെ പിങ്കിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. എന്തായാലും നേരത്തെ പോലെ പേടിക്കാനൊന്നും ഇല്ല. ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ കുഞ്ഞിന് യാതൊരുവിധ പ്രശ്നവും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നന്ദയ്ക്കും ഗൗതത്തിനും ഒക്കെ നല്ല സന്തോഷമായി. അങ്ങനെ അവര് പിങ്കി നല്ല രീതിയിൽ കെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ കുറച്ച് ഭക്ഷണ രീതികളെക്കുറിച്ച്, അതായത് പഴങ്ങളും പച്ചക്കറികളും പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കണമെന്നും നന്ദയ്ക്ക് ഗൗതത്തിനും കൂടുതലായിട്ട് പിങ്കിയെ കെയർ ചെയ്യണമെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതോടൊപ്പം തന്നെ ഡോക്ടർ മറ്റൊരു രഹസ്യം കൂടി പറയുകയാണ്. മറ്റൊന്നും അല്ല, എല്ലാവരും സറോഗസി എന്ന് പറയുമ്പം സറോഗസി മദറിന് ഓട്ടോമാറ്റിക്കലി കുഞ്ഞുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അങ്ങനെയുള്ളൊരു എഗ്രിമെൻ്റ് ആണല്ലോ തയ്യാറാക്കുന്നത്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. നന്ദയും ഗൗതവും കരുതുന്ന പോലെ പിങ്കി ആ കുഞ്ഞിന് ജന്മം നൽകുക മാത്രമല്ല, അവൾ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കണ്ട് ചില രീതിയിലൊക്കെ അവളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടതാ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കുഞ്ഞുമായിട്ട് ഒരടുപ്പം സൃഷ്ടിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അതുമല്ല, പിങ്കി ഇടയ്ക്കിടയ്ക്ക് ഈ എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞ് അവളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ആ അമ്മ കുഞ്ഞിനെ വിട്ടു നൽകാനായിട്ട് തയ്യാറായില്ലെങ്കിലോ. ഇതൊക്കെ കേട്ടപ്പം ഗൗതത്തിനും നന്ദിക്കും ടെൻഷനായി. അങ്ങനെ അവർ വീണ്ടും വീട്ടിലേക്ക് വരിക. പിന്നീടാണെങ്കിലോ അവർ കാണുന്ന കാഴ്ച നമ്മുടെ പിങ്കി ആ പൂന്തോട്ടത്തിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തലോടിക്കൊണ്ട് വയറിലൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് അവൾ ആ കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാ അമ്മയുടെ കുഞ്ഞ് വരുന്നേന്നൊക്കെ പറഞ്ഞ് ഇവൾ വളരെ കാര്യത്തിൽ കുഞ്ഞിനോട് സംസാരിക്കുന്നത് നന്ദ കേട്ടു. അപ്പം തന്നെ നന്ദയ്ക്ക് മനസ്സിലായി ഡോക്ടർ പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ നന്ദ ആ കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പിങ്കിയുടെയും സംസാരം നിർത്താൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുക. അതിനുശേഷം അവള് പറഞ്ഞു, നീ ഇതാരോടെയും സംസാരിക്കുന്നത്? ഞാനോ? ഞാൻ എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കുന്നത്. എന്താ നന്ദേ, നീ ഇന്ന് പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പോയിട്ട് വന്നതാ. പിന്നെ ഗൗതം സാറിൻ്റെ കൂടെ ആണല്ലോ നീ ഇവിടുന്ന് പോയത്. തിരികെ വന്നപ്പോൾ നീ തനിച്ചായി പോയോന്ന് പിങ്കി ഒന്ന് കളിയാക്കുന്ന രീതിയിൽ നമ്മുടെ നന്ദയുടെ അടുത്ത് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നന്ദയാണെങ്കിലോ, ഞാനേ എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ അത് നടത്താൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് കയ്യിൽ കരുതിയിരുന്ന സ്റ്റെതസ്കോപ്പ് എടുത്ത് നമ്മുടെ പിങ്കിയുടെ വയറിൽ വെച്ചിട്ട് നന്ദ സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ടതും പിങ്കിക്ക് നല്ല ദേഷ്യമായി. പിങ്കി ആണെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇവള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട്, അതെ മതി, ഞാനാണ് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥത്തിലുള്ള അമ്മ. എനിക്ക് എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഒരു ബന്ധമില്ലാത്ത നന്ദേ, നീ എങ്ങനെ ഈ കുഞ്ഞിനോട് സംസാരിക്കുന്നത്? അതിനാരാ പറഞ്ഞത് ഞാനും എൻ്റെ കുഞ്ഞും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന്? ഈ കുഞ്ഞ് അനങ്ങുന്നതും കുഞ്ഞെന്നോട് സംസാരിക്കുന്നതും ഒക്കെ എനിക്കറിയാൻ പറ്റും. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഗൗതം അങ്ങോട്ട് വന്നു. ഗൗതം വന്ന പാടെ തന്നെ, ഗൗതം സർ ഇങ്ങ് വന്നേ, ഇത് കണ്ടോ നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കമൊക്കെ അറിയാൻ പറ്റുന്നുണ്ടെന്നും പറഞ്ഞ് നന്ദ ഗൗതത്തിനെ കൂട്ടിയിട്ട് പിങ്കിയുടെ വയറിൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ പിങ്കി ആണെങ്കിലോ, എന്തായാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ അകത്ത് പോയി കിടക്കട്ടെ എന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തോട്ട് കയറി പോവുക. അപ്പോൾ ഇവർ പരസ്പരം നോക്കി ചിരിച്ചു. എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം അതിന് ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ കുടിച്ച് ലെവല് പോയി നമ്മുടെ അരുൺ റൂമിലേക്ക് കിടന്നു വരികയാണ്. അരുൺ വന്നതും പവിത്രയുടെ അടുത്ത് സംസാരിച്ചു. എന്താ അരുൺ ഇത്? എല്ലാ ദിവസവും ഇതുപോലെയാണോ അരുൺ വരുന്നത്? സ്വന്തമായിട്ട് ബനിയം പോലും മാറാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ അരുൺ ഇപ്പോൾ ഉള്ളത്. അതൊക്കെ സംഭവിക്കും. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുമ്പോൾ അങ്ങനെ പല മാറ്റങ്ങളും നമ്മളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അരുൺ പവിത്രയെ കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷമാണെങ്കിലോ പവിത്ര ചോദിച്ചു, എന്തിനാ അരുൺ ഇങ്ങനെ ദിവസവും മദ്യപിക്കുന്നത്? ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല തിരിച്ചടികളും കിട്ടുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ആയിപ്പോകും. അല്ല, നിനക്കൊരു സഞ്ജയനെ അറിയാവോ എന്ന് ചോദിക്കുക. ഇത് കേട്ട പാടെ തന്നെ പവിത്ര അങ്ങ് ഞെട്ടി നിൽക്കുക. അപ്പം നമ്മുടെ അരുൺ ആലോചിക്കുക, ശരിയാ, പവിത്രയുടെ സഞ്ജയൻ എന്ന പേര് പറയുമ്പോൾ തന്നെ അവൾ ഞെട്ടുന്നുണ്ടെങ്കിൽ അവൾ പവിത്രയല്ല എന്ന് തന്നെ, പതിവ്രതയല്ല എന്ന് തന്നെ നീ വിചാരിക്കണമെന്ന് അയാൾ പറഞ്ഞു കൊടുത്തല്ലോ. ഈ കാര്യങ്ങൾ ആലോചിച്ച് തകർന്ന് നിൽക്കുന്ന അരുണിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, താങ്ക്